നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ പ്രതിഭയുടെ കാര്യോ? അവളെ ഗൈനക്കോളജിസ്റ്റ് വിളിച്ച് പറഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് ഉടനെ മാറ്റും. ഡോക്ടർ ഉടനെ എത്തുന്ന പറഞ്ഞിട്ടുള്ളേ. അപ്പോ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ലാനു. സത്യന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം. ഇന്ദ്രേട്ടാ, എന്നാലും എങ്ങനെയായിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ കഴിച്ച ആഹാരം തന്നെയല്ലേ അവരും കഴിച്ചത്? അതാനു എനിക്കും മനസ്സിലാവാത്തത്. ഫുഡ് പോയ്സൺ ഉണ്ടാവുകയാണെങ്കിൽ അത് ആദ്യം ഉണ്ടാവേണ്ടത് നമുക്കല്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രതിഭയുടെ കാര്യത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ അവളുടെ വയറ്റിൽ വളരുന്ന ജീവന് 2 മാസേ പ്രായമുള്ളൂ. അതിനിത് അതിജീവിക്കാൻ കഴിയുമെന്നാ? ഇന്ത്യടാ, ആ ഞാൻ ഈ മെഡിസിൻ വാങ്ങിച്ചിട്ട് വേഗം വരാം. കാഷ്വാലിറ്റിയിലേക്കാ. ആ എടാ, നീ ക്യാഷ് എടുത്തിട്ടുണ്ടോ? ഞാൻ തരാം. വേണ്ട ഇന്ദിരേട്ടാ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ദിരേട്ടനെ അനുസരിച്ച് ഒന്ന് ലേബർ റൂമിന്റെ ഭാഗത്തേക്ക് ചെല്ലോ. ഡോക്ടർ വരും. ആ ശരി ശരി, നീ ചെല്ല്. മോളെ, സോന മോളെ, വാതിൽ തുറക്കും മോളെ. സോന, ഭാനുമ്മയാ മോളെ, വാതിൽ തുറക്കും മോളെ. മോളെ. ഭാനുമ്മ എന്താ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാനുമ്മ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ? നീ പേടിക്കണ്ട മോളെ, വേറെ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. നീ സമാധാനമായിട്ടിരിക്കുക. രാവിലെ തന്നെ ഭാനുമ്മ വരുന്ന കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഭാനുമ്മ ആരാ അറിയിച്ചത്? ഏട്ടത്തിയാണോ? അനു മാഷിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടെ സോനയും കുഞ്ഞുങ്ങളും മാത്രമേ കാണൂ, ഭാനുമ്മ അങ്ങോട്ട് ചെല്ലണോന്ന്. എന്തൊക്കെയാ മോളെ ഇവിടെ ഈ സംഭവിക്കുന്നത്? എനിക്കറിയില്ല ഭാനുമ്മ. ഞാനും ശ്യാമേട്ടനും ഇന്നലെ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടാ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ഇന്ദ്രനും അനു ഇവിടുന്നല്ല കഴിച്ചത്, അവർക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, അതാകെ ഒരു കൺഫ്യൂഷൻ. ഫുഡ് പോയ്സൺ ആണെങ്കിൽ ആ ഫുഡ് കഴിച്ച എല്ലാവർക്കും അത് ബാധിക്കേണ്ടതല്ലേ? ഇന്ദ്രേട്ടനും ഏട്ടത്തി നേരത്തെ കഴിച്ചു കിടന്നു. അതിനുശേഷം അമ്മ കഴിച്ചത്. സത്യേട്ടൻ കോയമ്പത്തൂരിന്ന് പാതിരാത്രിക്കാ വന്നത്. ആ സമയത്ത് ഞാനാ സത്യേട്ടനും പ്രതിഭയ്ക്കും കഞ്ഞി വിളമ്പി കൊടുത്തത്. പ്രതിഭയുടെ കാര്യം ഓർക്കുമ്പോ ഒരു പേടിയാ. അതൊരു ഗർഭിണിയല്ലേ മോളെ? ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ അവൾ അവശയായിരുന്നു ഭാനുമ്മേ. അമ്മയ്ക്കാണെങ്കിൽ ബോധം പോലും ഉണ്ടായിരുന്നില്ല. അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ പേടി. നീ ഇങ്ങനെ പേടിച്ചാലോ മോളെ? അപ്പൊ തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? അതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല. ദൈവം ഒന്നും വരുത്തില്ല മോളെ. ആ മോള് വാ വാ. മക്കളൊന്നും എഴുന്നേറ്റില്ലേ ഇതുവരെ? ഇല്ല ഭാനുമ്മേ, അവരെഴുന്നേക്കാറാവുന്നതല്ലേ ഉള്ളൂ. അവർക്ക് പാലുണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ പോവാൻ പേടിയായിട്ട് നിൽക്കായിരുന്നു ഞാൻ. എന്തിനാ പേടിക്കുന്നേ? അവിടുന്ന് അതൊക്കെ എടുത്ത് മാറ്റിയില്ലേ? ഇല്ല ഭാനുമ്മേ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ സത്യേട്ടനും പ്രതിഭയ്ക്കും വയ്യാതായേ. ആ വെപ്രാളത്തില് എല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ഞാൻ പേടിച്ച് മക്കളുമായിട്ട് മുറി കയറി വാതിലടച്ച് കിടന്നു. എല്ലാം അതുപോലെ ഇരിക്കുവോ? ആ നീ എന്റെ കൂടെ വാ, ഭാനുമ്മ എല്ലാം വൃത്തിയാക്കി വെക്കാം. വാ. ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റിയേക്കല്ലേ മോളെ? കഞ്ഞി ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് ബാക്കിയുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ആഹാരത്തിൽ എന്താ കലർന്നെന്ന് പരിശോധിക്കണമല്ലോ. ശരി, ഇതൊക്കെ ഞാൻ കഴുകി വെക്കാം. മോളെ അങ്ങ് എടുത്തോണ്ട് വാ. ആ മോളത് അങ്ങോട്ട് വെച്ചേരെ.
ആ വേണ്ട ഭാനുമ്മേ, അതവിടെ ഇരിക്കട്ടെ, അത് തൊടണ്ട. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യാതെ ആഹാരത്തിൽ വിഷം കലരൂ ഭാനുമ്മേ? അതിലെന്ത് വിഷമാ കലർന്നെന്ന് ആദ്യം അറിയണ്ടേ മോളെ. ആഹാരം ഉണ്ടാക്കുന്നതിനിടയില് വല്ല വിഷമുള്ള ചിലന്തി വീണാലും വിഷമേൽക്കും. അങ്ങനെ വല്ലോ ആണെങ്കിലോ? ഏയ്, അങ്ങനെ ചിലന്തിയുടെയും പല്ലിയുടെയും ശല്യമൊന്നും ഇവിടെ ഇല്ല. ഇനി പാചകം ചെയ്യുമ്പോ അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ദ്രേട്ടനും ഏട്ടത്തിക്കും അല്ലേ ഇത് ബാധകമാവണ്ടേ? അവര് കഴിച്ചതിന് ശേഷം അമ്മ കഴിച്ചത്. അമ്മ ബോധം കിട്ട അവശതയായി. അവളെന്താ അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നിട്ട് ആരെ അറിയിക്കാതിരുന്നത്? ഭക്ഷണത്തിൽ വിഷം കലർന്നു കഴിഞ്ഞാ കഴിച്ചു കഴിയും മുമ്പേ സത്യനും പ്രതിഭയ്ക്കുമൊക്കെ സംഭവിച്ചതുപോലെ ബുദ്ധിമുട്ടുകൾ തോന്നേണ്ടതല്ലേ? അല്ലാതെ കഴിച്ചു കഴിഞ്ഞ് കയ്യും വായും കഴുകി ആരെങ്കിലും മുറി പോയി കിടന്ന് ബോധം കെടുവോ? അത് ഭാനുമ്മ പറയുന്നത് ശരിയാ. അമ്മ കഴിച്ച പാത്രം പോലും അമ്മ തന്നെയാ കഴുകി വെച്ചത്. അവൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാ അത് അപ്പ തന്നെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സത്യനും പ്രതിഭയും ബാക്കി ആഹാരം കഴിക്കില്ലായിരുന്നല്ലോ. അതെ, അമ്മ എന്തുകൊണ്ടായിരിക്കും അത് പറയാതിരുന്നത്? അതൊരു ചോദ്യം തന്നെ. എല്ലാ ചോദ്യത്തിനും ഒരു ദിവസം ഉത്തരം ലഭിക്കും സോനെ. സത്യത്തെ അധികകാലം ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല. അതൊരു നാൾ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഗൈനക്കോളജിസ്റ്റ് പ്രതിഭയെ പരിശോധിക്കാൻ കയറിയിട്ട് കുറച്ച് സമയമായല്ലോ അനു. നമ്മള് ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇന്ദ്രേട്ട. ഡോക്ടർ അത് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാവും. പരിശോധന വൈകുന്തോറും എനിക്ക് പ്രതീക്ഷയാ തോന്നുന്നത്. ഇന്ദ്രേട്ട,